വിവാദങ്ങൾ അവസാനിപ്പിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിഷയത്തിൽ ഇനി താൻ പ്രതികരിക്കാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് സമ്മർദ്ദമുണ്ടാക്കി സംഘടന ഇടപെട്ട് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഡോക്ടർ ഹാരിസ് ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്താണ് ഡോക്ടറുടെ പ്രതികരണം? വിഷ്ണു, കഴിഞ്ഞ 2 ആഴ്ചക്കാലം നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ ഗുരുതരമായിട്ടൊരു വിഷയമാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാട്ടിയത്. സർക്കാരിൻ്റെ മേലധികാരികളുടെ സമ്മർദ്ദം മൂലം വിവാദങ്ങൾ അവസാനിപ്പിക്കുകയാണെന്നാണ് അവസാനമായിട്ട് ഹാരിസ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ഹാരിസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായും ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. പ്രധാനപ്പെട്ട സർജിക്കൽ ഉപകരണമായിട്ടുള്ള മോഡ്സിലേറ്റർ കാണാനില്ലാതായത് ഹാരിസ് ചിറക്കലിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന രീതിയിൽ വരുത്തി തീർത്തിരുന്നു. കഴിഞ്ഞ ദിവസം DMA പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഉൾപ്പെടെ ഫോണിൽ വിളിച്ച് ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹാരിസ് ചിറക്കലിനെതിരായിട്ട് വരുന്ന റിപ്പോർട്ട് വായിക്കാൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അവസാനമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലുണ്ടായ സർജറി ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, സർജറി ഉപകരണങ്ങൾക്ക് പൈസ നൽകുന്നില്ല എന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തലുകൾ, അതിൽ നിന്നുമെല്ലാം ഡോക്ടർ പിന്മാറുകയാണ് എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങളിൽ നടക്കുന്ന ഇത്തരം വീഴ്ചകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് ചട്ടലംഘനമാണെന്ന് വരെ ഡോക്ടർ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഡോക്ടറിനെ ഇത്തരത്തിൽ ഡോക്ടർ തന്നെ ഈ കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ എവിടെ നിന്നാണ് ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ഡോക്ടർ ആശുപത്രിയിലേക്ക് പോയിട്ട് ഈ കാലയളവിൽ ഡോക്ടറുടെ അന്വേഷണം, അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യൽ, അതോടൊപ്പം തന്നെ ഡോക്ടർ സൈക്കാട്രി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ആ സൈക്കാട്രി വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കുന്ന സമയത്ത് മന്ത്രി തന്നെ നേരിട്ട് കാണാനെത്തിയെന്നും ആശ്വസിപ്പിച്ചുവെന്നും ഡോക്ടർ ഇന്ന് മാധ്യമങ്ങളോട് പറയുകയാണ്. ഈ തുറന്നു പറച്ചിലുകൾക്ക് പിന്നിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡോക്ടർ ഒടുവിൽ അദ്ദേഹത്തിന്റെ നിലപാട് ഒരിക്കൽ കൂടി പറയുകയാണ്. എന്തായാലും വിവാദങ്ങൾക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.